വീഡിയോസ് ശനിയാഴ്ച രാത്രി ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. പിറ്റേന്ന് ഞായറാഴ്ചയാണല്ലോ ഒരാഴ്ചയിലെ ആശ്വാസം എന്നുള്ളത്. പക്ഷേ എനിക്ക് അങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞായറാഴ്ചയും ഒരേപോലെയാണ് വർക്കിംഗ്. വർഷങ്ങൾ ജോലി തുടങ്ങിയ നാൾ മുതലേ എനിക്ക് ശനിയും ഞായറും തിങ്കളും ചൊവ്വയും ഒക്കെ ഒരുപോലെയാണ്. കാരണം നമ്മൾ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് അർഹതപ്പെട്ട ഓഫ് എടുക്കും, അല്ലാതെ സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ. അത് ഈ മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ സേവനം എന്നൊരു സംഭവത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് പാടാണ്. സ്പെഷ്യൽ ഒരു ഡേ ഒന്നും നമുക്കില്ല. പക്ഷേ എന്നാലും ഒരു ചെറിയ സന്തോഷം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച അധികം തിരക്കൊന്നും ഉണ്ടാവില്ല, ഒരു റിലാക്സിങ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ തന്നെ ഞാൻ ശനിയാഴ്ച കിടന്നുറങ്ങിയിട്ട് ഞായറാഴ്ച നമ്മൾ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് തന്നെ സോഷ്യൽ മീഡിയ ആണ് നോക്കുന്നത്. എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്നാൽ അതിൽ പറന്ന് വരുമല്ലോ. അപ്പോൾ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് കഞ്ചാവല്ല, എന്തു വലിയ കൊക്കൈൻ പോലത്തെ വലിയ മയക്കുമരുന്ന് സംഭവങ്ങളുമായിട്ട് അഡ്വക്കേറ്റ്, ഡോക്ടർ, ഫിസിയോതെറാപ്പിസ്റ്റ് ഇവരൊക്കെ പിടിച്ചു വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവരും ഇതിലേക്ക് ഇറങ്ങി തുടങ്ങിയോ, ഈ ഫീൽഡിലേക്ക് ഇവരും എത്തിയോ? അപ്പോൾ കഷ്ടപ്പെടാതെ എങ്ങനെ കാശുണ്ടാക്കാം എന്നായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് പൈസ വരുന്ന ഒരു വഴിയാണ് ഈ ഒരു സംഭവം എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നല്ലേ, നമ്മൾ ജീവന് വേണ്ടി തൊഴുതു നിൽക്കുന്ന ഡോക്ടർ ഇതിലേക്ക് ഇറങ്ങി, നിയമത്തിന് വേണ്ടി നിയമ പോരാട്ടത്തിന് വേണ്ടി തൊഴിൽ നിൽക്കുന്ന അഡ്വക്കേറ്റ് ഇതിലേക്ക് ഇറങ്ങി, പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് ആർക്ക് കൊടുക്കാനാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആർക്ക് കൊടുക്കണം? ഇവരുടെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ റിലേറ്റീവ്സിനോ ബ്ലഡ് റിലേഷൻ ഉള്ളവർക്കോ എന്താണ് അവർക്കാണോ ഇവർ കൊടുക്കുന്നത്? അതോ അല്ല, ഇവരുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലാത്ത കുറേ ആൾക്കാർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ലേ, അവരൊക്കെ നശിച്ചു പോട്ടെ എന്നാണോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അത് നിങ്ങൾ ആദ്യം തിങ്ക് ചെയ്യണം. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുമായിരുന്നു, നമ്മൾ 1 മുതൽ 10 വരെ 10 വർഷം ഇങ്ങനെ കൈ നീട്ടിപ്പിടിച്ചിട്ട് പറയുന്നു ഇന്ത്യയിലെ എല്ലാവരും നമ്മുടെ സഹോദരനും സഹോദരിയും ആകുന്നു എന്ന്. എന്തിനായിരുന്നു അതൊക്കെ പറഞ്ഞത്? അങ്ങനെ സ്വന്തം സഹോദരിയും സഹോദരന്മാരും ഒക്കെ കാണുവാണ്, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇമാതിരി ഒരു തെണ്ടിത്തരം ചെറ്റത്തരം അവരെ നശിപ്പിക്കാനായിട്ട് ആൾക്കാർ ചെയ്യുമോ? ഇല്ലല്ലോ. അല്ലേ, എല്ലാവരും സഹോദരനും സഹോദരിമാരും ആണെങ്കിൽ അങ്ങനെയല്ല. അപ്പോൾ വെറുതെ ഒരു വാചകമാണത്, ഇപ്പോഴും പറയുന്നുണ്ട്. അല്ലേ, ഇപ്പോഴത്തെ കുട്ടികൾ വരെയും പറയുന്നുണ്ട്, എല്ലാ സ്കൂളുകളും ഉണ്ട് കൈ നീട്ടിപ്പിടിച്ചത് പറയും. 10 വർഷം പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല ഈ സഹോദരങ്ങളെ സഹോദരിമാരെ നശിപ്പിക്കാനായിട്ട്. ഈ എന്തിനാണ്? ഇതെന്തായാലും നല്ലതിനല്ലല്ലോ. ഈ പറയുന്ന മയക്കുമരുന്നുകൾ നമ്മുടെ തലമുറകൾ ആയ കുട്ടികൾക്ക് ചെന്ന് കഴിഞ്ഞാൽ, അവരുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെന്തൊക്കെ കാണിക്കും, എന്തൊക്കെ അക്രമങ്ങൾ, അവരുടെ ജീവിതം നശിക്കും, അവർ നശിച്ചു പോകും. അപ്പോൾ അവർ ഇത് കിട്ടാനായിട്ട് പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാവും. അപ്പോൾ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പകൽ കഷ്ടപ്പെടുന്ന അമ്മയുടെ അച്ഛൻ എല്ലുമുറിയെ പണിയെടുത്ത അമ്മേനെ അച്ഛനെയും കൊന്നു വേണമെങ്കിലും പൈസ ഉണ്ടാക്കി ഈ ഒരു സംഭവം ഉപയോഗിക്കാനായിട്ട് അവർ നോക്കും. കാര്യം ഇതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അപ്പോൾ സ്വയം നശിച്ചു പോകും നമ്മുടെ കുട്ടികൾ, നമ്മുടെ തലമുറകൾ. അവരെയാണ് നിങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരെണ്ണത്തിന്, നിങ്ങളുടെ ചോരയിൽ ഒരെണ്ണമാണ് അങ്ങനെ നശിച്ചു പോകണമെന്ന് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങ് നശിച്ചു പോട്ടെ എന്ന് ചിന്തിക്കുന്ന നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സപ്ലൈ ചെയ്യുന്നത്? മനസ്സിലാവില്ല. അപ്പോൾ ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ചിന്തിച്ചോ, ഇത് നമ്മളെ നശിപ്പിക്കാനുള്ള സംഭവമാണ്.